ദൈവത്തിന് ഹിതമില്ലാത്തിടത്ത് ദൈവമക്കൾ പാർക്കാൻ പാടില്ല. ദൈവഹിതമില്ലാത്ത കൂട്ടുകാർ നിനക്കൊണ്ടാകാൻ പാടില്ല. ഏലീശയോട് തമ്പുരാൻ ഏലിയാവിനോട് ദൈവം ചോദിക്കുന്നു, ഏലിയാവേ നിനക്കിവിടെ പറയുന്നേ എന്ത് കാര്യം? അപ്പൊ നിനക്ക് കാര്യമില്ലാത്തിടത്ത് നിന്നെ കാണരുത്. ഇതിപ്പോ ദൈവമക്കളുടെ ഒരു കൂട്ടം കൂടെ ആണല്ലോ. രണ്ട്, ബിലയാമിനോട് ദൈവം ചോദിക്കുന്നു, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഇവരെ ദൈവത്തിന് അറിയത്തില്ലേ? മക്കളെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തവൻ നിന്റെ കൂട്ടുകാരനാകരുത്. 3, മുന്നറിയിപ്പ് കൂടാതെ ദൈവത്തിന്റെ ദൂതന്മാർക്ക്, ദൈവത്തിന്റെ അഭിഷക്തന്മാർക്ക് നിന്റെ വീട് വിസിറ്റ് ചെയ്യുവാൻ കഴിയണം. ലോത്തു പാർത്ത പോലുള്ള സ്ഥലത്ത് നീ പോയി പാർക്കരുത്. നിന്റെ കമ്പ്യൂട്ടറിൽ മിന്നിമറയുന്ന, ഞാൻ ശാന്തമായി പറഞ്ഞ സൗണ്ടിന്റെ ഇതുകൊണ്ടാ, മിന്നിമറയുന്ന ചിത്രങ്ങൾ, നിന്റെ മൊബൈലിൽ വരുന്ന മെസ്സേജുകൾ ആരും കാണുന്നില്ലെങ്കിലും കാണുന്ന ഒരു സ്വർഗമുണ്ടെന്ന് മറക്കരുത്. ഒന്നുകൂടെ പറയാം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കൂട്ടുകാർ നിനക്കുണ്ടാകരുത്. ദൈവത്തിന് ഹിതമില്ലാത്തിടത്ത് നീ പോയി പാർക്കരുത്. ദൈവത്തിന് ഹിതമില്ലാത്തതൊന്നും നിന്റെ മൊബൈലിൽ കാണരുത്, നിന്റെ കമ്പ്യൂട്ടറിൽ കാണരുത്. നിന്നെ കാണുന്നൊരു സ്വർഗമുണ്ടെന്ന് മറക്കരുത്.